കഴിഞ്ഞ ദിവസം നമ്മൾ പള്ളിയിൽ കല്യാണം ഷൂട്ട് ചെയ്തപ്പോൾ അത് നീ ഫോണിൽ റെക്കോർഡ് ചെയ്തായിരുന്നു. റെക്കോർഡ് ചെയ്തായിരുന്നോ? ചെയ്തിരുന്നു. എന്നിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോ? നീ ലാലേട്ടനെ ചോദിക്കുന്നത് നീ അത് അപ്ലോഡ് ചെയ്താ? അത് ഞാൻ അറിയാതെ. ഞങ്ങൾ നോക്കിയോളാം, ഞങ്ങൾ നോക്കിയല്ലോ. പണിയെടു ഇവിടെ നിനക്ക് പോകുന്നുണ്ടാ കഴുത എന്താണ് പടത്തിന്റെ ക്ലൈമാക്സിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ കൊണ്ടിട്ടുന്നേ. അത് കുഴപ്പമില്ല, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സംഭവം. നമുക്കൊരു കേസ് ഫയൽ ചെയ്താലോ? എന്തിന്? പിടിച്ച് പുറത്താക്കണം. ഇപ്പൊ കാണാൻ പാടില്ല തന്നെ കഴുത. നമുക്കിട്ട് തന്നെ ഹണിബി 2-ന്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി ഈ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിനായകൻ ചേട്ടനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Put your hands together for this wonderful actor, people. വിനായകൻ ചേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജയസൂര്യയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let me welcome on stage the one and only Jayasuriya. Put your hands together, people, for the one and only Vinayakan. ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക്. ഇതൊരു വല്ലാത്തൊരു മൊമെന്റാണ്. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വിനായകന് പൊന്നാട അണിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം അർഹതപ്പെട്ടവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും കാണുന്നവർക്കും സന്തോഷമാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എൻ്റെ ചങ്ങാതിയെ തേടി വരട്ടെ. എല്ലാവർക്കും നന്ദി. അപ്പൊ മെയിൻ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിനായകൻ ചേട്ടാ 2 വാക്ക് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. അവാർഡ് കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാണ്. എനിക്കാണ് കിട്ടിയെന്ന് ഇങ്ങനെ പറയാം. നിങ്ങൾക്കാണ് കിട്ടിയത്, നമ്മൾക്കാണ് കിട്ടിയത്. നമ്മളുടെ സന്തോഷം തന്നെയാണ്. അത് ഞാനും പങ്കിട്ടു. എനിക്ക് വളരെ സന്തോഷം, വളരെ സന്തോഷം. ലാലേട്ടൻ എന്നെ ഇവിടെ വിളിച്ചത് 2 കാര്യത്തിനായിട്ടാണ്. ഒന്ന് ഈ ഓഡിയോ ലോഞ്ച്, മറ്റൊന്ന് ലാൽ ക്രിയേഷൻസ് ചെയ്യുന്ന അടുത്ത പടത്തിൻ്റെ പേരും ലോഗോയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് അതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിബി 2-ന്റെ ലൊക്കേഷനിലോട്ട് നമ്മളെപ്പോലെ അഭിനയം പ്രാന്തു വട്ടായിട്ട് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് അവിടെ സംഭവിച്ച കുറേ അനുഭവങ്ങൾ കോർത്തിണയിക്കൊണ്ടുള്ള ഒരു കഥയാണിത്. ആ പടത്തിൻ്റെ പേരും ലോഗോയും നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞ 2ാമത്തെ കാര്യം. പക്ഷേ ആ കാര്യം ചെയ്യാൻ എന്നേക്കാൾ നല്ലത് ആ പടം ഉണ്ടാകാൻ കാരണക്കാരനായ ആ ചെറുപ്പക്കാരൻ തന്നെയാണെന്നുള്ളതാണ്. അതിനായി ചേട്ടൻ്റെ അനുഭവത്തോടുകൂടി, നമ്മുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ ആ ചെറുപ്പക്കാരനെ ഈ സ്റ്റേജിലോട്ട്, ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. മധു, ഇങ്ങ് കയറി പോരെ. ചെറുപ്പക്കാരൻ ഇനി ആ സുരേഷ് ഗോപി ചേട്ടനെ പോലെ 4 ഡയലോഗ് അങ്ങോട്ട് കാച്ചിക്കോ. എൻ്റെ പേര് മധു. ഞാൻ ഹണിബിൽ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
നമ്മൾ സിനിമയിൽ എന്തൊക്കെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു സീനിലെങ്കിലും മുഖം കാണിക്കാന്നുള്ളത്, ഒരു ഡയലോഗെങ്കിലും പറയാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. എനിക്ക് ഈ സിനിമയിൽ യാദർശികമായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ശ്രീനിവാസൻ സാറിന് ചെറുപ്പം അഭിനയിച്ച ഞാനാണ്. ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരൻ വിഷ്ണുവാണ് ആ വേഷം ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ അവൻ്റെ പകരക്കാരനായിട്ടാണ് ഞാൻ ആ വേഷം ചെയ്തത്. ഷൂട്ടിംഗ് പാക്കപ്പായ ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ലാൽ സാർ പറഞ്ഞപ്പോൾ നീ എന്തിനാ കരയുന്നത്? നിന്റെ അഭിനയം കുഴപ്പമെന്നല്ല പറഞ്ഞത്. എന്നെ ഒന്ന് ലാൽ സാർ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ കരയാതിരിക്കാൻ പാടുപെടണമായിരുന്നു. സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ടാ. എന്താണെന്നറിയോ, ആ സിദ്ദിഖേ, പാക്കപ്പാടോ? പിന്നെ പാർട്ടിയൊക്കെ ഉണ്ട്, അവിടെ കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട്. ആ നീയാ? നീ എന്റെ പുറകെ ഇങ്ങോട്ട് പോന്നോ? സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താ? ഞാൻ ലോകത്ത് വേറെ ആരത്തും പറയരുതെന്ന് വിചാരിച്ച കാര്യമാണ് സാറേ. പക്ഷെ സാറിനെ കെട്ടിപ്പിടിച്ചില്ലേ, എന്നെപ്പറ്റി പറഞ്ഞില്ലേ, സഹിക്കാൻ പറ്റില്ല സാറേ. നീ വാ വാ ഇരിടാ. നീ അവിടെ കയറിയിരിക്കേ. വേണ്ട സാറേ, ഞാൻ അവിടെ ഇരുന്നോളാം. പറയ്, എന്താണ്? എൻ്റെ അച്ഛൻ സിനിമയിൽ ഡൂപ്പിടുന്നൊരു നടനായിരുന്നു. 100ഓളം സിനിമയിൽ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയിൽ പോലും അച്ഛൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല സാറേ. നായകൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുമ്പോഴും വില്ലൻ ചില്ല് പിടിച്ച് വീഴുമ്പോഴും പുഴയിലോട്ട് ബൈക്ക് അടിക്കുമ്പോഴൊക്കെ അച്ഛൻ തിയേറ്ററിൽ നിന്ന് പറയായിരുന്നു സാറേ, എന്നെ കെട്ടിപ്പിടിച്ച് പറയായിരുന്നു സാറേ, അത് അച്ഛനാണ്. 3 കൊല്ലം മുമ്പ് ഒരു സീൻ എടുക്കുമ്പോൾ അച്ഛൻ പോയി സാറേ. അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും സിനിമയിൽ എൻ്റെ മുഖമൊന്ന് കാണിക്കണമെന്ന്. നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ജി സാർ എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു. അതോ? ആ സാർ. ഇവനാൻ എങ്ങനെയുണ്ട്? എടാ, നിനക്ക് ഈ സിനിമയിൽ ഒരു ചാൻസ് വന്നാൽ നീ പൊളിക്കോ? ഞാൻ പൊളിക്കും സാറേ. കണ്ടാ കലക്കോൻ. എടാ ശ്രീനേന്റെ ചെറുപ്പമാണ്, ചെയ്യോ നീ? പിന്നല്ലാണ്ട്. നോക്കടാ. ഓക്കെ സാർ. അന്ന് മുതൽ ആ സീൻ എടുക്കുന്നത് കാത്തിരിക്കായിരുന്നു സാറേ ഞാൻ. ആ സമയത്താ സാറ് പറഞ്ഞിട്ട് ജീൻ സാർ തീരുമാനം മാറ്റിയത്.